പെരിന്തൽമണ്ണയിലെ ജുവലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3 കിലോ സ്വർണം തട്ടിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ റിപ്പോർട്ടർ പരിചയപ്പെടുത്തുകയാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സ്വർണം തട്ടിയ സംഘത്തെ ചെർപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണ്. 2018 സെപ്റ്റംബർ 25-ാം തീയതി ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ കാർ ഓടിച്ചത് ഇതേ അർജുനായിരുന്നു. അർജുന്റെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ അന്നേ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ്. ഫാമിലി ഫ്രണ്ടായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ടാണ്, ബാലഭാസ്കറിന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ അതായത് ഇവർ ഫാമിലി ഫ്രണ്ടാണ്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുള്ളതാണ്. രണ്ട് വീട്ടിലും അങ്ങോട്ടും പോകാറുള്ളതാണ്. അപ്പം അന്ന് രാത്രി പോകുമ്പോൾ ഇവൻ കൂടെ ഡ്രൈവറായിട്ട് പോയി എന്നുള്ളൂ. ഡ്രൈവറായിട്ട് അല്ല, കൂടെ പോയി. ഈ സംഭവ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നു. മാറി മാറി ഓടിച്ചിരുന്നവർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കൊപ്പം അഷ്കർ ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, അന്ന് ബാലഭാസ്കർ 2018 സെപ്റ്റംബറിൽ അപകടത്തിൽപ്പെടുമ്പോൾ കാർ ഓടിച്ചിരുന്ന അതേ അർജുനാണോ ഇപ്പോൾ ഈ സ്വർണം തട്ടിയ സംഘത്തെ ചെർപ്പളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? ഇവർ തമ്മിലുള്ള ബന്ധം രക്തബന്ധത്തിനും സൗഹൃദത്തിനും അപ്പുറം ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതല്ലേ അഷ്കർ? അങ്ങനെയാണെങ്കിൽ ഈ നമ്മളുടെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത ഇനിയും ഒരുപക്ഷെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അരുൺ, തീർച്ചയായും അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബമടക്കമുള്ളവർ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളടക്കമുള്ളവർ അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വാഹന അപകടമടക്കം അത് ദുരൂഹമാണ് എന്നുള്ളതായിരുന്നു ഉന്നയിച്ചിരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ അന്ന് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറായിട്ടുള്ള ബാലഭാസ്കറിന്റെ കുടുംബ സുഹൃത്തുക്കൾ പെട്ട ഒരാൾ കൂടിയായിട്ടുള്ള അർജുനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അർജുൻ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധമടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നത്. ആ ആരോപണത്തെ ശരിവെക്കുന്ന ഒരു പ്രത്യക്ഷ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഥവാ അർജുന് കൃത്യമായി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അത് ശരിവെക്കുന്ന രീതിയിൽ അർജുന് മേലെ ഒരു കേസ് ഉണ്ടായിരിക്കുന്നു. അതിൽ അർജുൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ 21-നാണ് പെരിന്തൽമണ്ണ സ്വദേശികളായിട്ടുള്ള 2 സഹോദരങ്ങളെ വാഹനം ഇടിച്ച് വീഴ്ത്തി 3 കിലോളം സ്വർണം കവരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രാത്രി തന്നെ കവർന്ന സ്വർണവുമായി 9ഓളം പ്രതികൾ പെരിന്തൽമണ്ണയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്തു. ആ പോകുന്ന വഴിക്കാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ വെച്ച് 4 പേർ വാഹനത്തിൽ നിന്നും ഈ സ്വർണവുമായി ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് പോയത്. ഈ ഇറങ്ങിയ സംഘത്തെ, ഈ 4-അംഗ സംഘത്തെ വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്തേക്ക് എത്തിച്ചത് അർജുനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അർജുൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ അർജുൻ തന്നെയാണ് ബാലഭാസ്കറിന്റെ വാഹനം ഓടിച്ച ഡ്രൈവറായിട്ടുള്ള അർജുൻ എന്ന് സ്ഥിരീകരിച്ചതോടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സംശയങ്ങളും ദുരൂഹതകളും ഉയരുന്നത്. മാത്രമല്ല അർജുനെതിരെ മറ്റ് ചില കേസുകൾ കൂടി ഉള്ളതായും ഇപ്പോൾ ഡിവൈഎസ്പി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഷൈജു തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലീസ് തന്നെ പറയുന്ന ഒരു ഭാഷ്യം, അഥവാ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അതിൽ സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല. മറിച്ച് അന്ന് വാഹനം ബാലഭാസ്കർ മരിക്കുമ്പോൾ ആ കാർ ഓടിച്ചിരുന്നത് അർജുനാണ്. അർജുൻ കാർ ഓടിച്ചു. അർജുൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അർജുൻ ഈ ബാലഭാസ്കറിന്റെ വൈഫടക്കം അതിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് ഇങ്ങനെ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല അന്ന് ചിലവരെ ദുരൂഹ സാഹചര്യങ്ങളിൽ ഈ വഴിമധ്യേ കണ്ടെത്തി തുടങ്ങിയ സാക്ഷിമൊഴികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതാണ്. ഈ കേസും ബാലഭാസ്കറിന്റെ അപകടവും തമ്മിലൊരു ബന്ധമില്ല എന്നതാണ് പോലീസിന്റെ വിശദീകരണം. ശരിയുമായിരിക്കാം. പക്ഷേ അപ്പോഴും അർജുൻ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ്, അല്ലേ? അത് തീർച്ചയായും. കാരണം ഒരു സ്വർണ്ണക്കടകളുടെ മുതലാളിമാരായിട്ടുള്ള 2 സഹോദരങ്ങളെ വാഹനം ഇടിച്ച് വീഴ്ത്തി അവർക്ക് മുകളിലേക്ക് മുളകുപൊടി സ്പ്രേ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് സ്വർണം കവർന്ന 17ഓളം വരുന്ന കേസിലെ പ്രതികളിൽ ഒരാളാണ് ഇന്ന് അർജുൻ. അഥവാ കൃത്യമായി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്, അർജുന് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല പലതവണ ആസൂത്രണം ചെയ്ത് 2 വർഷത്തോളം നീണ്ട ആസൂത്രങ്ങൾക്കും ഗൂഢാലോചനകൾക്കും ഒടുവിലാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച നടത്തിയത്
എന്ന് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ്. അത്രയും ആസൂത്രിതമായി നടന്ന 17ഓളം പേർ നേരിട്ടും അല്ലാതെയും പങ്കാളികളായിട്ടുള്ള ഒരു കേസിൽ ഇതുവരെ 13 പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ആ 13 പേരിൽ ഒരാളാണ് അർജുൻ. മാത്രമല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ആസൂത്രണത്തിന്റെ ഭാഗമാവോ എന്നതിനപ്പുറത്തേക്ക് സ്വർണം കവർച്ച ചെയ്തതിനു ശേഷം ആ പ്രതികൾ സ്വർണവുമായി രക്ഷപ്പെടുമ്പോൾ അവരെ കൃത്യമായി സഹായിക്കുന്നു. ചെർപ്പുളശ്ശേരിയിലെത്തി വാഹനത്തിൽ കയറ്റി അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന കൃത്യമായി ആ കവർച്ചയിൽ തന്നെ പങ്കാളികളായിട്ടുള്ള, അത് കൃത്യമായ അറിവോടുകൂടെ തന്നെ അതിൽ പങ്കാളികളായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് ഇന്ന് അർജുൻ. ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അർജുൻ റിമാൻഡിൽ കഴിയുന്നത്. സ്വാഭാവികമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അർജുന് ബന്ധമുള്ളൂ എന്ന കാര്യത്തിൽ നേരത്തെ ആരോപണമാണെങ്കിൽ ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ അത്തരത്തിൽ ബന്ധമില്ല എന്ന് പോലീസ് പറയുമ്പോൾ പോലും നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്ക്, അർജുനും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഈ വാർത്ത അടിവരയിടുന്നു. അർജുന്റെ ഈ അറസ്റ്റ് അടിവരയിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു അഷ്കർ. അഷ്കറിലെ കരിമ്പയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്ന് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാവുന്നു. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്നു. അതൊരു ആരോപണമല്ല, ഇപ്പോൾ അത് തെളിയിക്കപ്പെടുന്ന ഒരു സത്യമായി മാറുന്നു. ഇനി അറിയേണ്ടത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ആ രാത്രിയിൽ 2018 സെപ്റ്റംബർ മാസത്തിൽ ഈ ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ സെപ്റ്റംബർ 25-ാം തീയതി ഈ കാർ ഓടിച്ചിരുന്ന അർജുന് ആ യാത്രയിൽ ഏതെങ്കിലും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവാദിത്വം അർജുൻ ഏറ്റെടുത്തിരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടാണോ ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനൊരു അപകടം റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? അതിനൊക്കെ ഇനി അന്വേഷണത്തിൽ മറുപടി കണ്ടെത്തണം. ഒരു കാര്യം വ്യക്തമാവുന്നു, അന്ന് ഉയർന്നതൊരു സംശയമാണെങ്കിൽ ആ സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. അത് വസ്തുതയായി മാറുന്നു. ബാലഭാസ്കറിന്റെ കാർ ഡ്രൈവറായിരുന്ന അർജുൻ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഡ്രൈവറാണ്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ റിമാൻഡിലുമാണ് എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്ത. ഇനി ദുരൂഹതയുടെ ചുരുളുകൾ എഴുതണം. ബാലഭാസ്കറിൻ്റേത് വെറുമൊരു അപകട മരണമാണോ? അതല്ല, അതിനുമപ്പുറം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൻ്റെയോ അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിൻ്റെ ബാക്കി പത്രമാണോ ആ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അപകട മരണം? തെളിയിക്കപ്പെടേണ്ടതാണ്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.